വിവാദങ്ങൾ ഇത്തരത്തിൽ കത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അക്രഡിറ്റേഷനിൽ കേരള സർവകലാശാലയ്ക്ക് A++ ഗ്രേഡ് ലഭ്യമായി. രാജ്യത്താകെ 6 സർവകലാശാലകൾക്കാണ് ഈ നേട്ടം കൈവരിക്കാനായത്. കാലിക്കറ്റും കൊച്ചി സർവകലാശാലയും റീ അക്രഡിറ്റേഷനിൽ A+ ഗ്രേഡ് കരസ്ഥമാക്കി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിംവർക്കിൽ രാജ്യത്തെ 100 ഒന്നാം നിര സർവകലാശാലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള 4 എണ്ണം ഇടം നേടി. കാലിക്കറ്റ്, കുസാറ്റ്, MG, കേരള. മികച്ച 100 കോളേജുകളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് നിന്നുള്ള 19 കോളേജുകളാണ് ഇടം പിടിച്ചത്. യൂറോപ്യൻ യൂണിയൻ്റെ 1 കോടി രൂപയുടെ ഇക്കോ മറൈൻ പ്രോജക്റ്റിന് കേരള സർവകലാശാല അർഹമായി. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള സമഗ്രമായ പദ്ധതിയാണത്. പദ്ധതി നടപ്പാക്കുന്നതിനായി ഇക്കോ മറൈൻ പദ്ധതിയുടെ ഏകോപന സ്ഥാപനമായ സൈപ്രസ് സർവകലാശാലയുമായി കേരള സർവകലാശാല കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് ആർജിക്കാൻ കഴിയുന്ന നല്ല നേട്ടങ്ങളാണ്. പക്ഷെ നാം ഇതുകൊണ്ട് മാത്രം തൃപ്തരല്ല. എങ്ങനെ കൂടുതൽ മുന്നേറാം, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മേന്മയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ 100 യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ മുന്നിൽ തന്നെയാണ് കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികൾ. അതിൽ കാലിക്കറ്റ് സർവകലാശാലയുമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.